ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ മെയിൻസ് എക്സാമിനേഷനും അതുപോലെ ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷനും ഒക്കെ ഇങ്ങനെ അടുത്തല്ലേ. നിങ്ങൾക്കറിയാം ഇപ്പോൾ സെക്രട്ടേറിയറ്റ് OAയുടെ എക്സാം മെയ് 21 തോന്നുന്നു ഡേറ്റ്. വളരെ നിയർ ടു അസ് ആണ് അല്ലേ. പെട്ടെന്ന് തന്നെ ഇങ്ങനെ എത്തും ഈ മെയ് 21 എന്ന് പറയുന്നത്. ഇപ്പം തന്നെ നമുക്കറിയാം ഏപ്രിൽ ഇത്രയുമായി, ഏപ്രിൽ 11 ഇപ്പോൾ വലിയ ദിവസങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഡിഗ്രി പ്രിലിംസ് എക്സാം, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, SI ടെസ്റ്റ് അങ്ങനെയൊക്കെ എഴുതുന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാം വരുന്നത് മെയ് 24. അപ്പം വളരെ അടുത്തു. നിങ്ങളെല്ലാവരും തീവ്രമായിട്ട് പഠിക്കുമായിരിക്കും. നമ്മളെയും കാര്യങ്ങൾ കുറച്ചുകൂടി സ്പീഡപ്പായിട്ടും ഡെയിലിയും കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു ഞാനും. അപ്പോൾ അതിനിടയിൽ നമ്മളിപ്പോൾ നമ്മുടെ ആപ്പിലെ എല്ലാ ക്ലാസ്സുകൾക്കും വിഷു പ്രമാണിച്ച് 50% ഓഫർ എല്ലാ ക്ലാസ്സുകൾക്കും കൊടുത്തിട്ടുണ്ട്. സോ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലൊരു ഫീസ് എങ്ങും കിട്ടത്തില്ല. അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിൻ്റെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് 40 ദിവസത്തെ ടൈം ടേബിൾ ഇട്ട് തന്നിട്ട് 40 ദിവസം കൊണ്ട് ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് ക്ലാസ്. ഒരു ദിവസം 4 മണിക്കൂർ മാറ്റിവെക്കാമെന്നുണ്ടെങ്കിൽ ആർക്കും ആ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഇപ്പോഴാണെങ്കിൽ തുച്ഛമായിട്ടുള്ള ക്യാഷേ വരുന്നുള്ളൂ. സോ ഫീസേ നമ്മൾ വാങ്ങുന്നുള്ളൂ. അതായത് 50% ഓഫ് ഇപ്പോൾ കിടക്കുകയാണ്. നിലവിലെ ഓഫറാണ് കേട്ടോ, വിഷു ഓഫറാണിത്. ഏപ്രിൽ 14 വരെ ഈ ഓഫർ അവൈലബിൾ ആയിട്ടുള്ളൂ. ക്ലാസ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു ഡിഗ്രി പ്രിലിംസിൻ്റെ ക്രാഷ് കോഴ്സായിട്ട്. അപ്പം വേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ 10th മെയിൻസിനും ഞാൻ ആപ്പിൽ ഫ്രീ മെറ്റീരിയലിനകത്ത് ഒരു സ്റ്റഡി ടേബിൾ, അതായത് ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് യൂസ് ചെയ്യാം. അതല്ല നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കണമെങ്കിൽ അങ്ങനെ ആവാം. നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ജോയിൻ ചെയ്ത് പഠിക്കുവാണെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസ് കവർ ചെയ്ത് നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മളോട് എല്ലാ എക്സാമിനേഷനും PSC ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. കേരള ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട്, കേരള റിനേസൻസിൻ്റെ ഭാഗമായിട്ട് പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ്റെ ക്ലാസ്സാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പും ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഇത് PSCയുടെ ഒരു ഇഷ്ടപ്പെട്ട ഏരിയയാണ് ഏതെന്ന് പറയുന്നത്, പണ്ഡിറ്റ് കറുപ്പൻ. അപ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ്റെ ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ കൂടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്തിട്ടേക്കാം. അത് കണ്ടിട്ടില്ലാത്തവരത് കാണുക. ഇനി കണ്ടിട്ടുള്ളവർക്ക് ഒന്നുകിൽ ഇതൊരു റിവിഷനായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വീണ്ടും പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ക്രാഷ് കോഴ്സ് പോലെയാണ് സെറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം, ഡിഗ്രി പ്രിലിംസ് എക്സാം, സെക്രട്ടേറിയറ്റ് OA എന്നിവയൊക്കെ എഴുതുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ക്ലാസ്. സോ ശ്രദ്ധിക്കുക. പണ്ഡിറ്റ് കറുപ്പൻ്റെ ബാല്യകാല നാമം PSC നമ്മളോട് മിക്കവാറും ചോദിക്കാറുള്ളതാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ ബാല്യകാല നാമമാണ് ഏത്? ശങ്കരൻ. ഓക്കെ, പലതവണ ചോദിച്ചിട്ടുണ്ട്. ശങ്കരൻ താഴെ തന്നിരിക്കുന്നതിൽ ശങ്കരൻ എന്ന പേരിൽ ബാല്യകാലത്ത് അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. അതുപോലെ തന്നെ പണ്ഡിറ്റ് കറുപ്പൻ്റെ വീട്ടുപേര് നമ്മളോട് സാധാരണ ചോദിക്കാറുള്ളതാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ വീട്ടുപേര് എന്താണ്? സാഹിത്യ കുടീരം. ഓക്കെ, സാഹിത്യ കുടീരം എന്നുള്ളതാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ വീട്ടുപേര്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മസ്റ്റായിട്ടും പഠിക്കണം. അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമമാണ് ശങ്കരൻ. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് എന്താണ്? സാഹിത്യ കുടീരം. അതുപോലെ തന്നെ ഇദ്ദേഹം അറിയപ്പെട്ടിരുന്ന ചില പേരുകളുണ്ട്. അതിൽ ഒന്നാണ് ഏതാ? കേരളത്തിലെ എബ്രഹാം ലിങ്കൺ. പല തവണ PSC നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം അറിയപ്പെട്ട മറ്റൊരു പേരാണ് സാഹിത്യ നിപുണൻ. ഓക്കെ, സാഹിത്യ നിപുണൻ എന്നറിയപ്പെട്ടതും പണ്ഡിറ്റ് കറുപ്പനാണ്. ദെൻ കവി തിലകൻ എന്നൊക്കെ അറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? പണ്ഡിറ്റ് കറുപ്പൻ. ഈ പേരുകളെല്ലാം തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. സോ യു ഷുഡ് സ്റ്റഡി. ഓക്കെ, ഓർത്ത് വെക്കുക. കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൺ, സാഹിത്യ നിപുണൻ, കവി തിലകൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ആര്? പണ്ഡിറ്റ് കറുപ്പൻ. അതുപോലെ തന്നെ ഇദ്ദേഹം അറിയപ്പെട്ട മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ അറിയപ്പെട്ടിരുന്നതാണ് വിദ്വാൻ. ഓക്കെ, വിദ്വാൻ എന്നറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവും പണ്ഡിറ്റ് കറുപ്പനാണ്. അരയ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. വേണമെങ്കിൽ PSCക്ക് ഇതെല്ലാം ഡയറക്റ്റ്ലി ചോദിക്കാം. അതല്ലാതെ നമുക്ക് പ്രസ്താവന തന്നിട്ട് ചോദിക്കാൻ പറ്റും. ഇപ്പൊ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ടതേത്, അല്ലെങ്കിൽ പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധമില്ലാത്തതേത് എന്നുള്ള രീതിയിലൊക്കെ തന്നിട്ട് വേണമെങ്കിൽ ചോദിക്കാം. എന്താ? അരയ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ എന്ന് തന്നാലും എന്താണ്? അത് ശരിയായ പ്രസ്താവനയാണ് അല്ലേ. അപ്പോൾ ഓർത്തു വയ്ക്കുക, അരയ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു ആര്? പണ്ഡിറ്റ് കറുപ്പൻ. അതുപോലെ തന്നെ കൊച്ചി നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് പണ്ഡിറ്റ് കറുപ്പൻ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഇനി കുറച്ച് പ്രധാനപ്പെട്ട വർഷങ്ങളുണ്ട്. അതും പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് പഠിക്കുമ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യരുത്. കാരണം മിക്കവാറും പരീക്ഷകളിൽ പണ്ഡിറ്റ് കറുപ്പൻ ഒരു പ്രധാനപ്പെട്ട ആളായതുകൊണ്ടാണ് നമ്മൾ ഒരു ഹോട്ട് ടോപ്പിക്സ് എന്ന വണ്ണം ഉൾപ്പെടുത്തി ഒരു ക്രാഷ് പോലെ ഞാനിത് തരുന്നത്. സോ നെഗ്ലക്റ്റ് ചെയ്യരുത്, പഠിക്കണം. അധികം വർഷമൊന്നുമില്ല, ഒരു 5-6 വർഷമേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് ഇപ്പം തന്നെ അറിയത്തില്ലാത്തവർക്ക് പഠിച്ചു പോകാം. ആദ്യം 1907 അദ്ദേഹം അരയ സമാജം സ്ഥാപിക്കുന്നത്. ഓർത്തു വയ്ക്കുക, 1907 എന്താണ്, അരയ സമാജം സ്ഥാപിച്ചു. 1913 പഠിക്കണം. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കൊച്ചി കായൽ സമ്മേളനം നടന്നു. അപ്പോൾ ഈ കൊച്ചി കായൽ സമ്മേളനം എന്തായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിരിക്കുന്നു. എന്താ അത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്തായിരുന്നു കൊച്ചി കായൽ സമ്മേളനം എന്നുള്ളത്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. സോ 1913 കൊച്ചി കായൽ സമ്മേളനം നടക്കുന്നത്. അതുപോലെ 1913 കൊച്ചി പുലയ മഹാസഭ, കൊച്ചി പുലയ സഭയല്ല, കൊച്ചി പുലയ മഹാസഭ അദ്ദേഹം സ്ഥാപിക്കുന്നത് 1913. ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അയ്യങ്കാളി പഠിച്ചിട്ടുള്ളവർക്കറിയാം എന്തുകൊണ്ടാണ് അത് കൺഫ്യൂഷൻ വരുന്നത് എന്നുള്ളത്. സോ അതുകൊണ്ട് പഠിച്ചു വെക്കുക. 1913 കൊച്ചി പുലയ മഹാസഭ സ്ഥാപിക്കുന്നു. അപ്പൊ കണ്ണടച്ച് 3 കാര്യങ്ങൾ പറഞ്ഞല്ലേ. 1907 അരയ സമാജം, 1913 കൊച്ചി കായൽ സമ്മേളനം, അഗൈൻ 1913 എന്താ, കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചു. ഇനി 1922 പഠിക്കേണ്ടതാണ്. അഖില കേരള അരയ മഹാസഭ സ്ഥാപിക്കപ്പെടുകയാണ്. 1922 അഖില കേരള അരയ മഹാസഭ. ദെൻ 1925 പഠിക്കണം. അതായത് പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പർ ആകുന്ന വർഷമാണ് 1925. ഓക്കെ, അപ്പം എന്തൊക്കെ പഠിച്ചു? 1907 പഠിച്ചു, അരയ സമാജം. 1913 പഠിച്ചു, എന്താ, കൊച്ചി കായൽ സമ്മേളനം. 1913 വീണ്ടും പഠിച്ചു, എന്ത്, കൊച്ചി പുലയ മഹാസഭ. പിന്നെ 1922 പഠിച്ചു, അഖില കേരള അരയ മഹാസഭ. 1925 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് അദ്ദേഹം മെമ്പറായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നു. അല്ലേ? ഒരു വർഷം കൂടി 1904 ഇദ്ദേഹത്തിൻ്റെ ജാതിക്കുമ്മി എന്ന് പറയുന്ന പുസ്തകം വരുന്നത്. ജാതിക്കുമ്മിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവശ്യ സമുദായങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെട്ട പുസ്തകമാണ് ജാതിക്കുമ്മി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അവശ്യ സമുദായങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെട്ട പുസ്തകം ജാതിക്കുമ്മി. അപ്പൊ പണ്ഡിറ്റ് കറുപ്പന്റെ പുസ്തകമാണ് ജാതിക്കുമ്മി. സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥക്കെതിരെയായിട്ട് എഴുതിയ ബുക്കാണ് ഇത്, ജാതിക്കുമ്മി. പലതവണ ജാതിക്കുമ്മിയെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ജാതിക്കുമ്മി എഴുതിയത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അവശ്യ സമുദായങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെട്ട പുസ്തകം ചോദിച്ചിട്ടുണ്ട്. ജാതിക്കുമ്മിയുടെ എഴുതിയ വർഷം, എഴുതിയതാര്, അതുപോലെ തന്നെ ജാതി വ്യവസ്ഥക്കെതിരെ രചിച്ച പണ്ഡിറ്റ് കറുപ്പന്റെ പുസ്തകം എന്നിങ്ങനെ പല രീതിയിൽ നമ്മളോട് ജാതിക്കുമ്മിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങളിത് പഠിക്കണം കേട്ടോ. അപ്പൊ ഇത്രയും വർഷം കയ്യിലുണ്ടാവണം. ഏതൊക്കെയാ? റിപ്പീറ്റ് ചെയ്തേ. 1907 അരയ സമാജം, അല്ലെ? 1913 കൊച്ചി കായൽ സമ്മേളനം, 1930 അഗൈൻ കൊച്ചി പുലയ മഹാസഭ, 1922 അഖില കേരള അരയ മഹാസഭ, 1925 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പറായിട്ട് പണ്ഡിറ്റ് കറുപ്പൻ തെരഞ്ഞെടുക്കപ്പെടുന്നു. 1904 അദ്ദേഹത്തിന്റെ പുസ്തകം ജാതിക്കുമ്മി. അപ്പം ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ലിങ്ക് നിങ്ങൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് ആ ക്ലാസ് കണ്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ക്രാഷ് പോലെ ഞാൻ സ്പീഡിൽ റിവിഷൻ വേണ്ടവർക്ക് റിവിഷനും അറിയത്തില്ലാത്തവർക്ക് ചെറിയ ഒരു അറിവും അവർക്ക് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ലിങ്കും ഒക്കെ തന്നുകൊണ്ടുള്ളൊരു ക്ലാസ്സാണ്. സോ കുറച്ച് കാര്യം കൂടി നോക്കാനുണ്ട്, അതോടെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. അടുത്തത് സമാധി സപ്താഹം എന്ന പുസ്തകം അറിഞ്ഞു വെക്കണം. PSC ചോദിച്ചിട്ടുള്ളതാണ്. ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ഏത്? സമാധി സപ്താഹം. PSC അങ്ങനെ തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. സോ ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി സമാധി സപ്താഹം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പണ്ഡിറ്റ് കറുപ്പനുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുക. പിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, പ്ലൂറസി ബാധിച്ച് മരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ചോദിച്ചിട്ടുണ്ട്. പ്ലൂറസി എന്ന് പറയുന്ന ശ്വാസകോശ രോഗം ബാധിച്ചു മരിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അതോടൊപ്പം ഒന്നും കൂടി പറഞ്ഞോട്ടെ, ഇത് നമ്മുടെ ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്കാണ്. പരീക്ഷ ഇങ്ങ് അടുക്കുവാണ്, വേണ്ടവർ വാങ്ങുക. കാരണം ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ഇതിൽ നിന്ന് കിട്ടുന്ന 100% ഉറപ്പുണ്ട്. അപ്പോൾ ബുക്ക് ഇപ്പോൾ വാങ്ങുവാണെങ്കിൽ പോലും ബുക്കിൻ്റെ ഫ്രീ ക്ലാസ്സും കൂടി തരുന്നുണ്ട്. ഡിഗ്രി പ്രിലിംസ്, സെക്രട്ടേറിയറ്റ് OA എന്നീ പരീക്ഷകൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. വേണ്ടവർ ഈ സ്ക്രോൾ ചെയ്തു പോകുന്ന നമ്പറില്ലേ, അതായത് 8086137962 എന്ന് പറയുന്ന നമ്മുടെ നമ്പറിലേക്ക്
വാട്സാപ്പ് മെസ്സേജ് ഇടുക. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OA പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീ സ്റ്റഡി പ്ലാൻ നമ്മുടെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ ആപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ആപ്പിൻ്റെ ലിങ്കും കൂടി ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. വേണ്ടവർക്ക് കയറി നോക്കി സ്വയം പഠിക്കുന്നവർക്ക് അങ്ങനെ പഠിക്കാം. അതല്ല നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ സുവർണ്ണ അവസരമാണ്. കാരണം ഇപ്പോൾ ഒരു കൂപ്പൺ കോഡ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. വിഷു ഓഫർ ഉണ്ട്. എല്ലാ കോഴ്സിനും ഫ്ലാറ്റ് 50% ആണ് ഓഫർ. ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. പൊതുവേ നമുക്ക് ഫീസ് കുറവാണ്. ഇപ്പോൾ 50% അതിൽ നിന്നും കുറച്ചാണ് ക്ലാസ്സുകൾ നൽകുന്നത്. ക്ലാസ്സിന് കൊള്ളത്തില്ലാത്തത് കൊണ്ടല്ല ഫീസ് കുറയ്ക്കുന്നത്. ഫീസ് കുറയ്ക്കുന്നവ നിങ്ങൾ ഉദ്യോഗാർത്ഥികളാണ്. നിങ്ങളുടെ കയ്യിൽ ക്യാഷിന് പരിമിതി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉള്ളവർ മാത്രമേ ജോയിൻ ചെയ്യൂ എന്ന് അറിയാവുന്നത് കൊണ്ടൊക്കെയാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. സോ വേണ്ടവർക്ക് ഇപ്പോൾ ജോയിൻ ചെയ്താൽ സ്വർണ്ണാവസരമാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. അത് ഞാൻ ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൻ്റെ മെയിൻ ചാനൽ പഴയ ചാനലിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലാസ് വൈകുന്നേരം നിങ്ങൾക്ക് 7 മണിക്ക് അവൈലബിൾ ആയിരിക്കും. അവിടെ കയറി നോക്കിയാൽ ക്ലാസ്സസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്ലാസ് കിട്ടുന്നതാണ് കേട്ടോ. സോ നമുക്ക് പിന്നെ കാണാം. താങ്ക്